എനിക്കൊന്നു ഇതൊരു മൂവിയിലേക്ക് എത്തുന്നു. മമ്മൂക്കയുടെ ഒപ്പം ഓൾറെഡി മാസ്റ്റർ പീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് അത്രത്തോളം എക്സൈറ്റഡ് ആക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്, ഗൗതം സാർ ഉൾപ്പെടെ എന്നുള്ളത് അല്ലേ. അല്ല, മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ കിട്ടില്ല, സീൻ വന്നിട്ടുമില്ല. ആ ഒരു വിഷമം ഇതിലൂടെ മാറും. ഇതിലാണെന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടും ആ സീൻസ് അല്ല, കോമ്പിനേഷൻ സീൻസ് ആണ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ടീച്ചറിൽ വ്യക്തമാണ് അതിൽ നിന്നുള്ളത്. അപ്പൊ ശരിക്കും ഒരു സെക്കൻഡ് മൂവി എന്നതിനേക്കാൾ ഉപരി മമ്മൂക്കയുടെ ഒപ്പം ആദ്യ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. സീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് എന്താ ശരിക്കും അട്രാക്ട് ചെയ്യുന്നത് ഇതിൽ ഇത് ഘടകം? ശരിക്കും ഗൗതം സാർ, മമ്മൂക്ക രണ്ട് പേരുകൾ തന്നെയാണ് മെയിനായിട്ട് അട്രാക്ട് ചെയ്തത്. ഗൗതം സാറിന്റെ നായകനായിട്ട് അഭിനയിക്കണം എന്ന് ഏതൊരു മെയിൽ ആക്ടറിന്റെയും, അതുപോലെ തന്നെ നായികയായിട്ട് അഭിനയിക്കണം എന്ന് ഏതൊരു ഫീമെയിൽ ആക്ടറിന്റെയും ഒരു സ്വപ്നമായിരിക്കും. കാരണം അത്ര രസമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ച് വെക്കുന്നവരെ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്ന് വെറുതെ മനസ്സിലൊരു ചിന്ത പോലെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായ ഒരു നിമിഷം ഭയങ്കര സന്തോഷകരമായിരുന്നു. പിന്നെ മമ്മൂക്കായിട്ട് ഈ കോമ്പിനേഷൻ കിട്ടാത്തതിന്റെ ഒരു വിഷമം എനിക്ക് മാസ്റ്റർ പീസിന്റെ സമയത്തുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഇതിൽ പോലെയാണ്. നമുക്ക് എവിടേക്ക് ഒരു ഫേവറേറ്റ് ഒരു റൊമാൻറ്റിക് മൂവി എന്നുള്ള ചിന്തിക്കുമ്പോൾ അത് ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് ഗൗതം സാറിന്റെ പടം ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ അത്രത്തോളം അങ്ങനെ കണ്ട ചിത്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു ഗൗതം സാറിന്റെ പടം വരുന്നു എന്ന് പറയുമ്പോൾ മമ്മൂക്ക ചിത്രമാണെങ്കിൽ പോലും ഒരു യൂത്ത് സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത്തരം ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷം കിട്ടുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു സ്റ്റോറിയുടെ ഒരു ലൈൻ എനിക്ക് മോഹൻ ചേട്ടനായിരുന്നു പ്രൊഡക്ഷനിൽ നിന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നെ. അപ്പോഴെനിക്ക് അറിയായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു പടവ സാറിനെ അസിസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നതെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ എൻ്റെ ഒരു തനി പരിപാടി അങ്ങനെ അല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഇന്നതുപോലെ തന്നെ വരണം എന്ന്. ഇപ്പൊ സാർ ഇപ്പൊ ഇതിൽ എന്നെ വെച്ച് വർക്ക് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഇനി എന്നെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കണോ വേണ്ടിയോ എന്നും കൂടി തീരുമാനിക്കാം. പക്ഷെ സാറോട് എപ്പോഴെങ്കിലും ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ടോ സാർ ഇങ്ങനെ ഒരു പടക്കെ ചെയ്യുകയാണെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഇല്ല, എനിക്ക് അങ്ങനെ അത് അങ്ങനെ പറഞ്ഞത് പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല. ശരിക്കും പലപ്പോഴും നമ്മൾ എത്രത്തോളം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സിനിമകൾ അവസരം ചോദിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞ വലിയ വാചകം പറഞ്ഞത് ആക്ച്വലി മമ്മൂക്ക തന്നെയാണ്. നമ്മൾ എത്ര തന്നെയായാലും നമുക്കാണ് ആവശ്യം എന്ന് പറയും. ശരിക്കും അത്തരത്തിൽ ഇപ്പൊ നേരിട്ട് സംസാരിക്കാൻ ആൾ കിട്ടുന്നു, ഡയറക്ടേഴ്സ് ആണ്, ഫിലിം മേക്കേഴ്സ്, അത്തരത്തിൽ ചോദിക്കാൻ മടിയുള്ള ആളാണോ? അങ്ങനെ അവസരങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ ചോദിച്ചാലോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ആ സാഹചര്യം വെച്ച് അപ്പോൾ ആ മാന്യത എന്ന് പറയുന്നത് ചോദിക്കാതിരിക്കുന്നതാണ്. പിന്നീട് ചിലപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സംസാരിച്ചിട്ട് തിരിയുമ്പോഴായിരിക്കും അയ്യോ സാറിൻ്റെ അടുത്ത് പറയാറുമല്ലോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അപ്പോൾ ആ ചിന്ത മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ എനിക്കൊന്ന് രണ്ട് തവണ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും വ്യൂവേഴ്സ്, ഓഡിയൻസ് ഒരു ആക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെയോ അവരുടെ പ്രീവിയസ് വർക്കിന്റെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു ജഡ്ജ്മെന്റ്, പ്രീ ജഡ്ജ്മെന്റ് മേക്ക് ചെയ്യുക സിനിമ കാണാനായിട്ട് പോകുന്നതിന് മുമ്പ്. അപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ഒരു ജോണർ ആണെങ്കിൽ അത് അങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗൗതം സാറുടെയോ മമ്മൂക്കയുടെയോ ഒരു ടിപ്പിക്കൽ പടമല്ല ഡൊമിനിക്. ഒരു അവരെ തന്നെ ഒരു അൺഡു ചെയ്തിട്ട് വേറൊരു റീഡു ചെയ്ത പോലത്തെ ഒരു പരിപാടിയായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൗതം സാറിന്റെയോ മമ്മൂക്കൻ്റെയോ പ്രീവിയസ് ഒരു വർക്ക് വെച്ചിട്ടല്ല ഇതിനെ ജഡ്ജ്, ഇതിനെ ഈ സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ തന്നെ പ്രൊജക്റ്റും ചെയ്തിട്ടുള്ളൂ. അപ്പം അത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് തോന്നിയത്. അപ്പം ഇത് കാരണം ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ വേറൊരു ജഡ്ജ്മെന്റ് വന്നിട്ട് കാരണം ഇതാണ് സിനിമ എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്.